പ്രേംലാൽ, ഈ ചൈന ബംഗ്ലാദേശിൽ ഒരു പൊളിഞ്ഞ് കിടക്കുന്നൊരു വിമാനത്താവളം അത് പുനരുദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയും ത്രിപുരയിൽ ഇത്തരത്തിലുള്ളൊരു വിമാനത്താവളത്തെ നന്നാക്കുന്നുണ്ട്. അപ്പം അത് എങ്ങനെ നോക്കിക്കാണാം അതിനെ? അതായത് ചൈനയുടെ ഉദ്ദേശം വ്യക്തമാണ്. അതെ, ബംഗ്ലാദേശിൽ ചൈനയുടെ ആധിപത്യം സ്ഥാപിക്കുക, ഇന്ത്യക്കെതിരെ അവരെ കൂടി സഖ്യത്തിലെത്തുക, ഇന്ത്യക്കെതിരെ കൃത്യമായ ഒരു നിരീക്ഷണ സംവിധാനം ഉണ്ടാക്കുക. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഒരു വിമാനത്താവളം നവീകരിക്കാനായിട്ട് ചൈന മുന്നിട്ടിറങ്ങുന്നത്. കൃത്യമായി പറഞ്ഞാൽ ബംഗ്ലാദേശിലെ റാങ്പൂർ ഡിവിഷനിലെ ലാൽമൊണിർഹാത്ത് എന്ന് പറയുന്ന വിമാനത്താവളമാണ് ചൈന പരിഷ്കരിക്കാനായിട്ട് എത്തുന്നത്. നേരത്തെ ഷേഖ് ഹസീന ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയുമായി സൗഹൃദത്തിലായിരുന്നു. എന്ത് കാര്യത്തിനും ഇന്ത്യയെയാണ് ബംഗ്ലാദേശ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഷേഖ് ഹസീന അവിടെ ഒരു കലാപം ഉണ്ടായി. അതിനുശേഷം അവരെ അവിടുന്ന് നാടുകടത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. പകരം ഒരു താൽക്കാലിക ഭരണകൂടം അവിടെ വരികയും അവർ ചൈനയെ എന്ത് കാര്യത്തിനും അന്ധമായി വിശ്വസിക്കുകയും പാകിസ്ഥാനുമായിട്ടും അടക്കം പല കാര്യങ്ങളിലും തുറന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു വിമാനത്താവളം നവീകരിക്കാനായിട്ട് ചൈനയെ അവർ ക്ഷണിക്കുന്നത്. ഈ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇന്ത്യയെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൻ്റെ ഏതാണ്ട് 20 കിലോമീറ്റർ അടുത്താണ് ഈ പറയുന്ന വിമാനത്താവളം ഉള്ളത്. അതുകൂടാതെ സിൽഗുരി ഇടനാഴിയുണ്ട്. അതായത് ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാം, അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഈ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഇടനാഴിയാണ് ഈ സിൽഗുരി ഇടനാഴി. അത് 22 കിലോമീറ്റർ മാത്രമാണ് അതിൻ്റെ വിസ്താരമുള്ളത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് മണിപ്പൂരും ഒരു ഭാഗത്ത് ഭൂട്ടാനുമാണ് അതിർത്തിയായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചൊരു തന്ത്രപ്രധാന മേഖലയും കൂടിയാണ്. അപ്പോൾ ഈ സിൽഗുരി ഇടനാഴിക്ക് കഷ്ടിച്ച് 20 കിലോമീറ്റർ പോലും ഇല്ല ഈ വിമാനത്താവളം. അപ്പോൾ ചൈന എന്തുകൊണ്ട് അവിടെ ഇത്രയും വലിയൊരു പണം മുടക്കുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ വിമാനത്താവളം 2ാം ലോക മഹായുദ്ധ കാലത്ത് പ്രവൃത്തിയിലുണ്ടായിരുന്നതാണ്. അതുകൂടാതെ 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ആ സമയത്തും അവിടെ സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഈ വിമാനത്താവളം ഉപയോഗിച്ചിരുന്നു. എന്നാൽ പിന്നീട് കാര്യമായ എന്തെങ്കിലും ഒരു പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചൈന അവിടെ ഏതെങ്കിലും തരത്തിൽ പണം മുടക്കുന്നെങ്കിൽ അതിന് പകരമായി അവരുടെ ചെറിയതെങ്കിലും ഒരു സൈനിക താവളം അവിടെ സ്ഥാപിക്കും. കുറഞ്ഞ പക്ഷം അവരുടെ ഒരു നിരീക്ഷണ സംവിധാനവും ഉണ്ടാക്കും. നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അവിടെ ചൈനയുടെ യുദ്ധവിമാനങ്ങളടക്കം അവിടെ സജ്ജീകരിച്ച് ഇന്ത്യക്കെതിരെ ഒരു പ്രതിരോധ നിര സൃഷ്ടിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇത്തരം ഒരു നീക്കം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ത്രിപുരയിൽ ഒരു വിമാനത്താവളം സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ പരിവർത്തനപ്പെടുത്താനായിട്ടുള്ള ശ്രമം നടക്കുന്നു. വടക്കൻ ത്രിപുരയിലെ കൈലാഷഹർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വിമാനത്താവളം ഒരു ചെറിയ വിമാനത്താവളമാണ്. ചെറിയ യാത്രാ വിമാനങ്ങൾക്ക് മാത്രം സർവീസ് നടത്താൻ വേണ്ടി പര്യാപ്തമായൊരു വിമാനത്താവളം. അതിൻ്റെ പ്രാധാന്യം നിലവിൽ അഗർത്തലയിൽ, അതായത് ത്രിപുരയിലെ തലസ്ഥാനമായ അഗർത്തലയിൽ മാത്രമാണ് ഒരു പൂർണ്ണ സജ്ജമായിട്ടുള്ളൊരു വിമാനത്താവളം ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിമാനത്താവളം ഒരുക്കിയെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യവും വലുതാണ്. അപ്പോൾ നിലവിൽ അവിടെ ഈ ചെറിയ സംവിധാനമുള്ള വിമാനത്താവളത്തെ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി പരിവർത്തനപ്പെടുത്തി എടുക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങാനും അതിൻ്റെ റഡാർ സംവിധാനങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും അതിൻ്റെ ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള അടക്കമുള്ള സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ പറയുന്ന ത്രിപുരയിലെ ഈ സ്ഥലത്ത് ഇതിനോടകം തന്നെ അധികൃതർ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അടക്കമുള്ള പ്രതിനിധികൾ, സൈനിക പ്രതിനിധികൾ അടക്കമുള്ളവർ അവിടെ സ്ഥലം സന്ദർശിക്കുകയും പ്രാഥമികമായിട്ടുള്ള ഒരു നടപടികളും അവിടെ പുരോഗമിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിപ്പോൾ പാകിസ്ഥാൻ, ചൈന എന്നീ തലവേദനകൾക്കൊപ്പം ബംഗ്ലാദേശും ഒരു പുതിയ തലവേദനയായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ വാർത്തയിലെ ഏറ്റവും വലിയ പ്രശ്നം. നേരത്തെ ഇന്ത്യ ബംഗ്ലാദേശ് നല്ല സൗഹൃദത്തിലായിരുന്നു. കാരണം ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിൽ പോലും സഹായിച്ച രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയോട് അവർക്ക് കടപ്പാടും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങൾക്കും അവർ അവിടുത്തെ കൃഷിക്കായാലും ശരി, അവിടുത്തെ വ്യവസായത്തിനായാലും ശരി, പല കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന ഇന്ത്യയെയാണ്. പക്ഷേ പുതിയ ഒരു ഭരണക്രമത്തിൽ അവർ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുക്കുന്നു. കുറച്ചുകൂടി സാമ്പത്തിക ശക്തി എന്ന നിലയിൽ അവർ ചൈനയെ ആശ്രയിക്കുന്നു. ചൈനയ്ക്ക് ബംഗ്ലാദേശിൽ കുറേ നിക്ഷേപ താല്പര്യങ്ങളുണ്ട്. കുറേ കൂടി അവരുടെ വ്യവസായശാലകൾ കുറച്ചുകൂടി ചീപ്പ് ലേബർ കിട്ടുന്നൊരു സ്ഥലം, കുറേ കൂടി അവരുടെ വ്യവസായശാലകൾ വ്യാപിപ്പിക്കാൻ പറ്റിയ സ്ഥലം എന്ന നിലയിൽ ചൈനയും ബംഗ്ലാദേശിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീലങ്കയിലോട്ടും ചൈനയ്ക്ക് ഒരു കണ്ണുണ്ട്.
അപ്പോൾ നിലവിൽ ബംഗ്ലാദേശ് ഇപ്പോൾ നിലവിൽ ചൈനയ്ക്കൊപ്പമാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ച് അത്ര സുഖകരമായ ഒരു വാർത്തയുമല്ല. അതിൽ ഈ ബംഗ്ലാദേശിൻ്റെ ഈ ഇപ്പോഴത്തെ ഈ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ചൈന നിർമ്മിക്കുന്ന വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് അത് എന്തെങ്കിലും ഭീഷണികൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം ഈ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതെ, അതെല്ലാം കൈയടക്കണം എന്നുള്ളൊരു ഒരു ഹിഡൻ അജണ്ട ചൈനയ്ക്കുണ്ട്. ഒളിഞ്ഞും തെളിഞ്ഞും അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിലവിലെ ബംഗ്ലാദേശ് ഭരണകൂടം അതിന് എല്ലാ സപ്പോർട്ടും വാഗ്ദാനം ചെയ്യുന്ന കൂട്ടരുമാണ്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായ സമയത്ത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുകയാണെങ്കിൽ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് 7 സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലേക്ക് ബംഗ്ലാദേശ് അധിനിവേശം നടത്തും, അതിന് ചൈനയുടെ പിന്തുണ ഉണ്ടാകും എന്ന് പറഞ്ഞ ആൾക്കാർ ബംഗ്ലാദേശിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചൈനയുടെ സാന്നിധ്യം, ബംഗ്ലാദേശിൽ ചൈന സാന്നിധ്യം ഉറപ്പിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒട്ടും ഒരു നല്ല കാര്യമല്ല. കാരണം ഇന്ത്യയുടെ ഒരു ഏറ്റവും അടുത്തൊരു പങ്കാളിയായിട്ടായിരുന്നു ബംഗ്ലാദേശിനെ ഈ അടുത്ത കാലത്ത് വരെ നമ്മൾ കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി. പ്രത്യേകിച്ച് അവിടെ ഇപ്പോൾ ഭരണ ചുമതലയുള്ള മുഹമ്മദ് യൂനിസിന് ഇന്ത്യയോട് അത്ര വലിയ താല്പര്യവും ഇല്ല. അദ്ദേഹത്തിന് ചൈനയോടാണ് പൂർണ്ണ താല്പര്യമുള്ളത്. അദ്ദേഹം ഒരു ഭീഷണി സ്വരത്തിൽ കൂടി പറയുകയുണ്ടായി. അതായത് ഈ ചിക്കൻ നെക്ക് എന്നാണ് പറയുക. ഈ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, 22 കിലോമീറ്റർ മാത്രമാണ് വിസ്താരമുള്ള സ്ഥലത്തുകൂടിയാണ് ഇന്ത്യയുമായി ബന്ധപ്പെടാൻ പറ്റുക. എന്നാൽ അവർക്ക് ബംഗ്ലാദേശിലൂടെ ഇന്ത്യയിലേക്ക് എത്താൻ സാധിക്കും. പക്ഷേ അത് ഇന്ത്യ ഓർക്കണം, ഒരു ഭീഷണി സ്വരത്തിലൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ബംഗ്ലാദേശ് വ്യാപാര ബന്ധത്തിലും വലിയൊരു പ്രശ്നം ഉണ്ടായി. ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും കരമാർഗം, അതായത് ഈ കരമാർഗം കൊണ്ടുപോകുന്നതിനാണല്ലോ ഇവർ ഈ ബലംപിടുത്തമൊക്കെ പിടിക്കുന്നത്. അപ്പൊ കരമാർഗം ബംഗ്ലാദേശിൽ നിന്ന് ഒരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, പകരം തുറമുഖങ്ങൾ വഴി, കൽക്കത്ത അടക്കമുള്ള തുറമുഖങ്ങൾ വഴി മാത്രം സാധനങ്ങൾ എത്തിച്ചാൽ മതി എന്നുള്ളൊരു കർശന നിയന്ത്രണം ബംഗ്ലാദേശിന് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതിൻ്റെയൊക്കെ മൂല കാരണം ഇത് തന്നെയാണ്. ബംഗ്ലാദേശിന് ഇന്ത്യയേക്കാൾ കൂടുതൽ ചൈനയോട് താല്പര്യം ഉണ്ടാകുകയും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അത് അക്കാര്യത്തിൽ ഇന്ത്യ കർശനമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ത്രിപുരയിലെ ഈ വിമാനത്താവളം ഏത് തരത്തിൽ ഇന്ത്യക്ക് ഗുണകരമാവും? ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു ചെറിയ വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന അഗർത്തലയിൽ മാത്രമാണ് ഇപ്പോൾ ത്രിപുരയിൽ ഒരു വലിയ രീതിയിലുള്ളൊരു വിമാനത്താവളം ഉള്ളത്. പകരം ഇപ്പോൾ കൈലാഷ് ഷഹറിൽ ഒരു നല്ല രീതിയിലൊരു വ്യോമത്താവളം, അതായത് വ്യോമസേനയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വ്യോമത്താവളം ഉണ്ടായാൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇന്ത്യ ചൈന സംഘർഷം ഉടലെടുക്കുകയാണെങ്കിൽ അത് വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയായിട്ട് മാറും. കാരണം ബംഗ്ലാദേശിനോടും അതോടൊപ്പം തന്നെ ചൈനയുമായും ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ ത്രിപുര. ഇന്ത്യയുടെ ഒരു അതിർത്തി പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സൈനിക താവളം ഉണ്ടാകുന്നത് ഏതെങ്കിലും തരത്തിൽ ഭാവിയിൽ ഒരു വെല്ലുവിളി ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഒരു മേൽക്കൈ സൃഷ്ടിക്കാൻ സഹായകരമാവും.